ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. പക്ഷെ ഇതൊന്നും ഞാൻ എടുത്തതല്ല, എനിക്കിത് അപ്പോൾ എടുത്തു തന്ന ഡ്രസ്സാണ്. പക്ഷെ ഇപ്പൊ അല്ല, കല്യാണത്തിന് മുന്നേ എനിക്ക് അവിടെ ചെന്നിട്ട് ഇടാനൊക്കെ വേണ്ടിയിട്ട് അല്ലാതെ കുറച്ച് ഡ്രസ്സ് എടുത്തു. ആക്ച്വലി ഇത് ഇങ്ങനെ ഓൺലൈൻ വഴി വാങ്ങണമെന്നല്ല, ഞങ്ങൾ പോയി സ്റ്റോറിൽ പോയി 2-3 ജോഡി എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ സാഹചര്യങ്ങൾ കാരണം പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പൊ പിന്നെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പൊ എനിക്ക് കുറെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്, അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ചൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. സോ അപ്പൊ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പൊ സത്യം പറഞ്ഞ ഇത് മുന്നേ ചെയ്യണം എന്നുള്ള പ്ലാനിലായിരുന്നു, പക്ഷെ നടന്നില്ല. ഓക്കെ ഗൈസ്, എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്, നിങ്ങൾ ഞെട്ടരുത്. ഇത് ഞാൻ പണ്ട് എൻ്റെ സ്ഥിരം ലിപ്സ്റ്റിക്കാണ്, മാക്കിൻ്റെ ഡാൻസ് വിത്ത് മീ എന്ന് പറഞ്ഞ ഷെയ്ഡ്. ആൻഡ് ഞാൻ എപ്പോഴും ഇടാൻ എനിക്കിഷ്ടമുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടിട്ട് അങ്ങനെ ഞാൻ ഇന്നൊന്ന് എടുത്തിട്ട് നോക്കിയതാണ്. സോ നമുക്ക് നമ്മുടെ ഓരോരോ ഡ്രസ് ഹോളിലോട്ട് പോവാം. ഇതിൽ മിക്കതും എത്തിനിക്കാനായിട്ടോ, കുറേ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വെച്ചാൽ ചില ദിവസങ്ങളിൽ മറന്നു പോകും, ഞാൻ എടുത്ത് ഇനി കൊണ്ടുവരണം വെച്ചാൽ. അപ്പം ഇന്ന് എടുത്തോണ്ട് വന്ന് ഇപ്പം എന്താ എല്ലാം പൊട്ടിച്ച് ഒന്നൊക്കെ ഇട്ടൊക്കെ നോക്കിയതേ ഉള്ളൂ. സോ നമുക്ക് ഓരോരോ ഡ്രസ്സിലോട്ട് പോവാം. സോ ഗൈസ്, ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. നിങ്ങൾ ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ക്യാമറയുടെയും ഒരു ലൈറ്റിൻ്റെ ഒരു ഇതാണ്. പക്ഷേ കുറച്ചുകൂടെ ഒരു ഡാർക്ക് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് നോക്കുകയാണെങ്കിൽ സിൽക്ക് ബ്ലെൻഡഡ് വരുന്ന സ്ട്രെയിറ്റ് കുർത്തയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ വിത്ത് ട്രൗസേഴ്സ് ഉണ്ട്. നെക്ക് പോർഷനിലും ഫുൾ പോർഷനിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത്. ആൻഡ് പാർട്ടി വെയർ ആണ്. നിങ്ങൾക്ക് ഒരു എത്തനിക് പാർട്ടി വെയർ ഉണ്ട്. ഈ ഒരു ലൈറ്റ് കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഒരു കളർ ഡിഫറൻസ് വരും കേട്ടോ. ഈ ഒരു ലൈറ്റ് കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഒരു പക്ക പാർട്ടി ഫെസ്റ്റീവ് വെയർ ആണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് കല്യാണ സീസൺസ് ആണ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫങ്ഷൻസിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല നല്ല ഒരു റാണി പിങ്ക് കളർ കുർത്ത സെറ്റാണ്. അപ്പൂന് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടുന്നത് ഞാൻ ഇടുന്ന ഒരു വേറൊരു ഈ സെയിം കളർ കുർത്ത സെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ ഫേസ് ഇങ്ങനെ ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. ബാക്കൊക്കെ വന്നിട്ട് പ്ലെയിൻ ആണ്. സൈസ് ഞാൻ സ്മോൾ ആണ് എടുത്തേക്കണം, എനിക്ക് പക്ക ഫിറ്റ് ആണ്. ഇതാണ് ടോപ്പ് വരുന്നത്. ആൻഡ് സ്ലീവ്സിൻ്റെ എൻഡിൽ ഇത് കണക്കത്തെ ഒരു ലേസ് വർക്ക് പോയിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് പാൻസ് വരുന്നത്. പാൻസ് വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള സെയിം കളർ പാൻസ്. ആൻഡ് ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് വരുന്നത്. കോട്ടൺ ട്രൗസേഴ്സ് ആണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, അടിപൊളിയാണ്. ആൻഡ് നല്ല നമുക്ക് ഇടാനും ഒക്കെ സുഖമുള്ള സംഭവമാണ്. ആൻഡ് ഗൈസ്, ദുപ്പട്ട വന്നിട്ട് കോട്ടൺ അല്ല, സിൽക്കും ഷിഫോണിന്റെ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ലതാണ്. ആ ദുപ്പട്ടയും കൂടെ വന്നപ്പോൾ ഇതൊരു ക്ലാസ് ലുക്ക് കിട്ടും. ആൻഡ് എൻഡിൽ ഇതേപോലെ കുഞ്ഞ് ലേസ് വർക്ക് ഡീറ്റെയിലിങ് പോയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വേറെ അവൈലബിൾ ആണ്. ഞാൻ ഇത് നോക്കിയപ്പോഴത്തേക്ക് ഇത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ. ഇത് ഞാൻ അങ്ങോട്ട് സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തതാണ്. കാരണം അപ്പൂന് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പൂന് ഞാൻ ഇത് അങ്ങോട്ട് സെലക്ട് ചെയ്ത് അയച്ചു കൊടുത്തതാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. സൈസും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എല്ലാത്തിനും സ്മോൾ ആണ് ഞാൻ എടുക്കുന്നത്, മിന്ത്രയിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ വരുന്നതായി ഈ ഒരു എത്തനിക് പ്രിന്റ് റെഗുലർ മിറർ വർക്ക് കുർത്തയാണ്. ആൻഡ് ഒരു പർപ്പിൾ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിലും ഇതിലൂടെ ഒരു ചെറിയ മേ ബി ഒരു ലൈറ്റ് ഡിഫറൻസ് കാണും. കാരണം ഞാൻ ലൈറ്റ് കറക്റ്റ് ആയിട്ടല്ല ഞാൻ ലൈറ്റ് വെച്ചേക്കണം. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് ഡിഫറൻസ് ആണ്. എൻ്റെ നിങ്ങൾ പറഞ്ഞില്ലേ സംസാരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരണമെന്ന്, കാരണം എൻ്റെ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ റിംഗ് ലൈറ്റ് ഏകദേശം ചത്തു. അപ്പൊ അതിൻ്റെ അവസാന ശ്വാസമാണ് അത് വിളിച്ചത്. അപ്പൊ അതിൻ്റെ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ പറഞ്ഞാൽ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഒരു പർപ്പിളിൽ ഫുൾ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് ഇവിടെ ഫുള്ള് കുഞ്ഞ് മിറർ വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് എൻഡിൽ നേരത്തെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനത്തെ കുഞ്ഞ് ഒരു ടാസൽ പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ കാശിമാലയുടെ ചുട്ടിയില്ലേ, അതേപോലെ വരണുണ്ട്. ആൻഡ് ഇതാണ് വരുന്നത്. ആൻഡ് ഞാനിപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിന് വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം ഞാൻ എൻ്റെ ഫുള്ള് ലിങ്ക് എടുത്തു, കാരണം നിങ്ങൾക്ക് തരണ്ടേ. അപ്പോഴത്തേക്ക് ഫുള്ള് നോക്കിയപ്പോൾ വേറെ കളേഴ്സും വരുന്നുണ്ട്. സ്മോൾ ആണ് സൈസ് വരുന്നത്. നല്ലതാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഇട്ടുകൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. സോ നല്ല ഒരു
നല്ല മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയൽ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടാണ്. ദുപ്പട്ടയിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അത് ഇതേപോലെയാണ് പ്രിന്റഡ് ആണ് വരണത്. ആൻഡ് തുമ്പിലോ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ട. ഇവിടെ ഒരു ഓൺ സൈഡ് ദുപ്പട്ടയാണ്, ഇവിടെ ഈ സൈഡിൽ ഒരു വൈറ്റ് ഇതും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്, വളരെ സിമ്പിൾ പ്രിന്റഡ്. അപ്പം ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് പാൻസ് ആണ്. പാൻസ് റെഗുലർ ആയിട്ടുള്ള പലാസോ പാൻസ് ആണ് വരുന്നത്. അപ്പൊ പലാസോ പാൻസ് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ചിലർക്ക് ഈ റെഗുലർ ഫിറ്റ്, ഈ സ്ലിം ഫിറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സിഗരറ്റ് ഫിറ്റ്, അതൊന്നും ചിലർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ പലാസോ ഫിറ്റുള്ള ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കാരണം അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പക്ക പലാസോ പാൻസ് ആണ്. തുമ്പിൽ ധൈര്യനകത്ത് ഒരു പ്രിന്റ് പറഞ്ഞുകൊണ്ട് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പക്കയാണ്, ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. കാരണം അവർ ഡെയിലി യൂസ് ചെയ്യണേന്ന് കുറച്ചുകൂടെ അവർക്ക് ഒരു ക്ലാസ് ലുക്കാണ്. അവർക്ക് ഈ അമ്പലത്തിൽ പോകാനും അവിടെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഇനി എല്ലാ അമ്മമാർ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര സൂപ്പറാണ്. സോ ചെക്ക് ചെയ്തു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു നല്ല ബ്ലൂ കളർ വരുന്ന ഒരു കുർത്ത സെറ്റാണ്. ആൻഡ് ഈ കളറല്ല അപ്പൂൻ്റെ അടുത്ത് ഞാൻ ബുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അതിലൊരു നല്ല ഡീപ്പ് ബ്ലൂവും പർപ്പിൾ പോലത്തെ ഒരു കളർ ഉണ്ടായിരുന്നേ, അതാണ് ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഈ കളറിന് ബുക്ക് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ വിരുന്നിനിടാൻ വേണ്ടിയിട്ട് ഞാൻ വിരുന്നിന് വന്നപ്പോഴേ ആ ഒരു സെയിം ഇത് രണ്ടും ഏകദേശം ഒരു കളറായതുകൊണ്ട് ഞാൻ എൻ്റെ ഓൾറെഡി സെയിം ഒരേപോലത്തെ കളറുണ്ട്. അപ്പം ഇനി ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ എടുക്കാൻ പറഞ്ഞപ്പോൾ പക്ഷേ സെലക്ട് ആയി വന്നത് ഇതാണ്. സോ ഇതാണ് ഗൈസ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ വോവൻ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, ഇതിൻ്റെ ഇവിടെ കണ്ടോ തുമ്പിൽ മയില് ആൻഡ് കുറച്ച് ഇങ്ങനെ ഒരു പടർന്ന് കയറിയ ഒരു ചെടി, അതിൽ കുറേ മയിലിൻ്റെ പ്രിൻ്റാണ് വരണത്. സോ അത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മെറ്റീരിയലാണ്. നമ്മൾ ഈ അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആണ്, ഇനിയിപ്പം ഒരുപാട് കല്യാണങ്ങൾ വരണ സീസണല്ലേ, അപ്പോൾ അതിലൊക്കെ ഇട്ട് ചെത്താന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പർപ്പിൾ ഇതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് റിട്ടേൺ അയക്കാൻ പറ്റൂല. എന്നാണ് 15 ദിവസം ഉണ്ട്, ഇപ്പോൾ 15 ദിവസമൊക്കെ കഴിഞ്ഞ് റിട്ടേൺ അയക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കണ്ടാൽ നമ്മൾ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഇന്നാണ് ഇപ്പോഴാണ് പൊട്ടിച്ചതെല്ലാം കവറോടെ തന്നെ. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഒരു മൾട്ടി കളർ, ഒരു പിങ്കും ഒരു ഗ്രീനും യെല്ലോയും ഒക്കെ വരുന്ന ഒരു പ്രിന്റ് വർക്കാണ് താഴെ വന്നേക്കണം. നൈസ് കേട്ടാ. ഈ കളർ ഇല്ലാത്തവർക്ക് ഈ കളറും അടിപൊളിയാണ്. പക്ഷെ എൻ്റെ ഓൾറെഡി ഈ കളർ ഉള്ളതുകൊണ്ടാണ് ഞാൻ വേറെ കളർ എടുക്കാൻ നോക്കിയത്. അല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് ഗ്രീൻ, റെഡ്, യെല്ലോ ഒക്കെ ഉണ്ട്. സോ അങ്ങനെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പാൻറ് സെറ്റ് പറഞ്ഞാൽ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ട്രൗസറാണ്. അതിൻ്റെ മെറ്റീരിയലിൻ്റെ പാൻറ്റിൻ്റെ തുമ്പിൽ ഇത് കണക്ക് ബ്രൊക്കേഡിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട്. ബ്രൊക്കേഡ് ആക്ച്വലി പക്ക എത്തനിക് വെയർ ആണ് ഗൈസ്. നിങ്ങൾ ഇട്ടുകൊണ്ട് പോയാൽ മിക്കുള്ളവർ നിങ്ങളെ നോക്കും, കാരണം അത്ര നല്ലത്. കാരണം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈൻ അല്ല ഇത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റ് തന്നെ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട ഈസ് വാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാവാണ്. ദുപ്പട്ടയുടെ തുമ്പിൽ ഫുള്ള് ഇതേപോലെ വർക്കുണ്ട്, രണ്ട് സൈഡിൽ ഇതേപോലെ വർക്കും. ആൻഡ് ഇത് കാണാൻ ഭയങ്കര ഒരു ചന്തമാണ്, അത് പറയാതിരിക്കാൻ വയ്യ, എടുത്ത് പറയണം. ഇത് കുറച്ചുകൂടെ നല്ല ഭംഗിയാവണം എൻ്റെ ഡ്രസ്സ്, ലൈക്ക് ആ ഓവറോൾ ആ ലുക്കിനുണ്ടല്ലോ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യണേന് ഇതിൻ്റെ ദുപ്പട്ട നല്ല ലെങ്ത് ഉള്ള നല്ല വലിയ ദുപ്പട്ട. സോ ഗൈസ് ഭയങ്കര നല്ല മെറ്റീരിയൽ. ആൻഡ് ഇതിൻ്റെ ഒരു റേറ്റ് 1000 സംതിങ് ഉണ്ട്. പക്ഷെ അത് ഭയങ്കര വർത്താണ്, കാരണം ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്കും ആ ഒരു ഓവറോൾ ലുക്കിനും ഭയങ്കര സൂപ്പർ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റസ്റ്റ് കളറിൽ വരുന്ന ഒരു റസ്റ്റ് എന്ന് പറയുന്നതിനേക്കാളും ഗൈസ് ഒരു കോറൽ പീച്ച് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു കുർത്തി വിത്ത് പലാസോയാണ്. ആൻഡ് ഇതാണ് കുർത്തി സെറ്റ്. ആൻഡ് ഇതിൻ്റെ തുമ്പിൽ ഇതേപോലെ കുഞ്ഞ് ഒരു എംബ്രോയ്ഡറി ഒരു ക്ലോത്ത് ലേസ് അറ്റാച്ച്മെൻറ്റ് വരണുണ്ട്. ആൻഡ് യോക്ക് പോർഷൻ്റെ അവിടെ ഒരു ലേസ് അറ്റാച്ച്മെൻറ്റും ആ ഫുൾ താഴോട്ട് ഒരു കുഞ്ഞു രീതിക്ക് ലേസ് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇപ്പം ഈ ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കിയ സമയത്ത് ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. ഇതുണ്ട് ഒരു സ്ക്രഞ്ചി ഇതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് കുർത്ത വന്നിട്ട്, കുർത്തി വിത്ത് പലാസോ. ആൻഡ് ഇതിനകത്ത് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ഇത് നല്ല രസമാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോയില്ല. ഇത് നല്ല രസമാണ്. നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് വെയർ, ഈ അനാർക്കലി ടൈപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര ക്ലാസ് ലുക്ക് തരുന്ന ഒന്നാണ്, നല്ലത് കേട്ടോ. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടു, ഇത് ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇതാണ്
അതിൻ്റെ പാൻസ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പലാസോ പാൻസ് ആൻഡ് എൻഡിൽ ഇതേപോലെ ഒരു ലേസ് ഡീറ്റെയിലിങ് വരുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എൻഡിൽ അതേപോലെ ഒരു ലേസ് ഡീറ്റെയിലിങ് വരണത് കാണാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. പറഞ്ഞാൽ കോട്ടന് റയോണോടെ ബ്ലെൻഡ് ആണ്. നല്ല കംഫർട്ടബിൾ ആണ്, ഇട്ട് നോക്കിയപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു ചന്തേരി സിൽക്കിൽ വരുന്ന ഒരു കുർത്ത വിത്ത് ട്രൗസർ ആൻഡ് ദുപ്പട്ടയാണ്. എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് വരുന്ന. ആൻഡ് ഇവിടെ 2 സ്ലീവ്സിൻ്റെ 2 എൻഡിലും എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇത് ബെസ്റ്റ് എപ്പോഴെന്നറിയോ? ദീപാവലി, ഓണം, വിഷുവിനൊക്കെ പറ്റിയിട്ടുള്ള പക്ക ഔട്ട്ഫിറ്റാണ്. ലൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീം, ഇപ്പം എന്തെങ്കിലും തീമുള്ള ഒരു വെഡ്ഡിങ് ഫംഗ്ഷനാ, ഇപ്പം എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഗീത്, നിനക്കൊരു വൈറ്റ് ഡ്രസ്സൊക്കെയാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സൂപ്പറാണ്. യോക്ക് പോർഷൻ്റെ അവിടെ എന്താ ഒരു വി നെക്ക് വന്നിട്ട് യോക്ക് പോർഷൻ്റെ അവിടെ ഒരു മീൻസ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൻ്റെ തുമ്പിലാണ് ഇതേപോലൊരു അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. നമ്മൾ പുറത്തുള്ള നോർത്ത് ഇന്ത്യൻസ് കൂടുതലും കണ്ടില്ലേ, ഇങ്ങനെ ഈ അമൃത്സറിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ മറ്റേ ഈ ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ കഴുത്തിക്കൂടെയൊക്കെ ഇങ്ങനെ ചുറ്റി അവരുടെ ആ ഒരു പക്ക ഔട്ട്ഫിറ്റാണ്. ഇത്രയും ലൈക്ക് വിട്ട് വരുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഓഫ് വൈറ്റ് ആണ് ആൻഡ് ഇതിൽ തന്നെ കുഞ്ഞ് ഗോൾഡ് ബ്രൊക്കേറ്റ്സ് പോലെ പോകുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഇത് വരണത്. അത് കഴിഞ്ഞിട്ട് പാൻറ് കാണിച്ചു തരാം ഞാൻ. ദുപ്പട്ട ഇങ്ങനെ വഴുതി പോകുന്നൊരു ദുപ്പട്ടയാണ്, ഒരു ഓർഗാൻസ പോലത്തെ. സോ ഇതാണ് ഇതിൻ്റെ പാൻസ് വരുന്ന. പാൻസ് വളരെ സിമ്പിളായിട്ടുള്ള റെഗുലർ പാൻസ് ആൻഡ് എൻഡിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കുഞ്ഞ് എംബ്രോയ്ഡറി വർക്ക്. നെക്സ്റ്റ് നല്ല ഒരു പർപ്പിൾ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ദുപ്പട്ടയാണ്. അതിൻ്റെ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത്, അതിന് വേറെ കളേഴ്സ് ഉണ്ടാകുന്ന നോക്കണം, ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാൻ ടാഗ് ചെയ്ത്. സോ ഇതും എംബ്രോയ്ഡറി വർക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. കാരണം ആ കളർ കോമ്പിനേഷൻ വന്നിട്ട് ഈ ദുപ്പട്ട വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ഭയങ്കര ക്ലാസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കളർ കോമ്പിനേഷൻ, നല്ല രസമുണ്ട്. ആൻഡ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇനിയും ഒരു 2 എണ്ണങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ ഓൾറെഡി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ ഞാൻ ഇട്ടുകൊണ്ടൊക്കെ വന്നത്. ഇപ്പോൾ കഴുകി ഇട്ടേക്കണം, ഇവിടെ പെരുമഴ. ഓക്കെ, അത് ഞാൻ എപ്പോഴും ഒരു ഷോർട്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാം. 2 ഉണ്ട്, അതും നല്ല രസമാണ്. ഒരു കുർത്ത സെറ്റാണ്, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനിട്ടുകൊണ്ട് പോയതാണ്. അപ്പം ഇതാണ് ഗോൾഡ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. നല്ലത് കേട്ടോ. അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കുർത്ത സെറ്റ്. അപ്പോൾ ഇതാണ്, ഇത്രയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല 2 എണ്ണം ഉണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഷോർട്സിൽ എപ്പോഴും ഞാൻ ഇടുമ്പോഴത്തേക്കും ഞാൻ മെൻഷൻ ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ കാണിച്ച പ്രോഡക്റ്റിലാണ് ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവങ്ങളാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ ബൈ.